ഹലോ, ചിഞ്ചസ് എഫ് എമ്മിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. പവിത്രത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ റൂമിലിരിക്കുന്ന വിക്രമിൻ്റെ അടുത്തേക്ക് എത്തുന്ന വേദയാണ്. നെയ്യാറ്റിൻകര നാരായണസ്വാമിയെക്കുറിച്ച് വേദ വിക്രമിനോട് പറഞ്ഞ് കുറേ ചിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് കാലത്തെ തന്നെ പത്രം വായിക്കുന്ന നന്ദിനിയും അലക്കിയിടുന്ന ശ്രീജയുമാണ്. അപ്പോഴാണ് അവിടേക്ക് കുളിച്ച് വേദ വരുന്നത്. വേദ നേരെ പോകുന്നത് വിക്രമിൻ്റെ റൂമിലേക്കാണ്. അത് കണ്ടതും നന്ദിനി ശ്രീജയെയും കൂട്ടി വേദയെ സന്ദർശിക്കുന്നുണ്ട്. വേദ കുളിച്ച് വന്നതും ഊരി വെച്ച മാല എടുത്തിടുന്നത് കണ്ട് നന്ദിനി ഓരോന്ന് പറയുന്നുണ്ട് ശ്രീജയോട്. അപ്പോഴാണ് അവിടേക്ക് കമല വരുന്നത്. കമല വന്നതും വേദയുടെ നെറ്റിയിൽ കുറി തൊട്ട് കൊടുക്കുന്നുണ്ട്. വേദ ചോദിക്കുകയാണ് എവിടെ പോയതാണെന്ന്. താൻ അമ്പലത്തിൽ പോയതാണെന്നും പറയാണ് കമല. പിന്നീട് കാണിക്കുന്നത് പുറത്തുനിന്ന് വന്ന വിക്രമിനെ ദേഷ്യം പിടിപ്പിച്ച് ഓരോന്ന് പറയുന്ന വേദയെയാണ്. വേദ പറയുന്നുണ്ട് കല്യാണം കഴിഞ്ഞതല്ലേ, നമുക്കൊരു സിനിമയ്ക്കൊക്കെ പോകാമെന്ന്. അപ്പോഴാണ് അവിടേക്ക് പുതിയ താമസക്കാർ വരുന്നത്. എല്ലാവർക്കും പായസവുമായി വന്നതായിരുന്നു രമ്യ. രമ്യയെ കണ്ടതും വേദ അവളെയും കൂട്ടി വീടിൻ്റെ അകത്തേക്ക് പോയി. രമ്യയെ കണ്ടതും എല്ലാവരും ഓരോന്ന് ചോദിക്കുന്നുണ്ട്. രമ്യ അതിന് ഉത്തരവും പറയുന്നുണ്ട്. അങ്ങനെ രമ്യ അവിടെ നിന്നും പോവാണ്. പിന്നീട് കാണിക്കുന്നത് കോടതിയിൽ പോവാൻ ഇറങ്ങുന്ന ശങ്കരനാരായണനെയാണ്. കോണിപ്പടി ഇറങ്ങി വരുന്നതും ശങ്കരനാരായണന് അസ്വസ്ഥമായി നെഞ്ചുവേദന വരികയാണ്. ഇതോടുകൂടി ഇന്നത്തെ പവിത്രത്തിൻ്റെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡുമായിട്ട് വരുന്നവരെ ടാറ്റാ, ബൈ ബൈ.